ഇനി ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ ഏകവർണ്ണ കൊടി വയ്ക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാരിൽ നിന്നും സഹായം കിട്ടിയാലും ഏകവർണ്ണ കൊടിക്ക് വിലക്ക് വരും. ക്ഷേത്രങ്ങളിലോ പരിസരത്തോ രാഷ്ട്രീയ സംഘടനകളുടെ ചിഹ്നമോ അടയാളമോ കൊടിതോരണങ്ങളോ വേണ്ടെന്ന് സർക്കാർ ഉത്തരവ് ഇറക്കുന്നത് കാവിക്കൊടിക്ക് വിലക്ക് ഏർപ്പെടുത്താൻ വേണ്ടി കൂടിയാണെന്ന് വിലയിരുത്തൽ. ഇതിനു വേണ്ടിയാണ് കാവി വർണ്ണ കൊടി എന്ന പരാമർശം ഉത്തരവിലെത്തുന്നത്. ഏകവർണ്ണ പതാക രാഷ്ട്രീയ സംഘടനകളിലെ വ്യക്തികളുടെയോ ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുടെയോ ചിത്രം മതസാമുദായിക സ്പർദ്ധയുണ്ടാക്കുന്നതും വളർത്തുന്നതുമായ പ്രചരണ സാധനങ്ങൾ തുടങ്ങിയവയും പാടില്ലെന്ന് ദേവസ്വം വകുപ്പ് കർശന നിർദ്ദേശം നൽകിയത് കാവിക്കൊടിയെ ഒഴിവാക്കാനാണ്. ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണത്തിലുള്ളതും സർക്കാരിന്റെ സാമ്പത്തിക സഹായം കൈപ്പറ്റുന്നതുമായ ക്ഷേത്രങ്ങൾക്കാണിത് ബാധകം. കേരളത്തിലെ പല പ്രധാന ട്രസ്റ്റുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങൾക്കും സംസ്ഥാന സർക്കാരിന്റെ സഹായം കിട്ടാറുണ്ട്. അതായത് ഇങ്ങനെ സഹായം വാങ്ങിയാൽ പിന്നെ ആ ക്ഷേത്രങ്ങളെ ദേവസ്വം ബോർഡ് അമ്പലങ്ങൾക്ക് സമാനമായി സർക്കാർ കണക്കാക്കും. വിവിധ ഘട്ടങ്ങളിൽ ഹൈക്കോടതി നൽകിയ നിർദ്ദേശങ്ങളുടെയും ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ നിലപാടെടുക്കൽ. ഹൈക്കോടതി ഉത്തരവിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾക്കാണ് വിലക്കുള്ളത്. കാവിക്കൊടിക്ക് വിലക്കുണ്ടായിരുന്നില്ല. എന്നാൽ അത് RSS പതാകയുടെ നിറമാണ്. RSS നിറമുള്ള പതാകയ്ക്ക് ഏകവർണ്ണ നിറമാണ്. ഹിന്ദുത്വത്തിന്റെ ചിഹ്നം എന്ന തരത്തിൽ RSS സ്വാധീനമുള്ള പ്രദേശങ്ങളിലെ ഉത്സവത്തിന് ഈ ഏകവർണ്ണ കൊടി കെട്ടാറുണ്ട്. ഇതും ഇനി നടക്കില്ല. പുതിയ ഉത്തരവിൽ ഏകവർണ്ണ കൊടിയെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഉത്സവകാലത്തും സർക്കാർ ഉത്തരവ് പാലിക്കുന്നുണ്ടെന്ന് ദേവസ്വം ബോർഡ് ഉറപ്പാക്കണം. തൃശൂർ തേക്കിൻകാട് മൈതാനം പൊതുപരിപാടികൾക്ക് താൽക്കാലികമായി വാടകയ്ക്ക് നൽകുമ്പോൾ ക്ഷേത്ര ചുറ്റുമതിലിന് പുറത്തുള്ളതും ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ളതുമായ സ്ഥലത്തോ കെട്ടിടങ്ങളിലോ ദേവസ്വം കമ്മീഷണറുടെയോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയോ അനുമതിയോടെ മാത്രമേ കൊടിയോ തോരണങ്ങളോ അനുവദിക്കൂ. സർക്കാർ നിർദ്ദേശങ്ങളടങ്ങിയ സർക്കുലർ എല്ലാവർക്കും കാണത്തക്ക വിധം ക്ഷേത്രങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ശാസ്താംകോട്ട മുതുപ്പിലങ്ങാട് പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്ത് യുവാക്കൾ ഒരുക്കിയ ഓണപ്പൂക്കളത്തെ ചൊല്ലി വിവാദം ഉണ്ടായിരുന്നു. സംഘ് പരിവാർ അനുഭാവികളും പ്രവർത്തകരുമായുള്ള ഒരുപറ്റം യുവാക്കൾ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തെ സ്ഥലത്തൊരുക്കിയ പൂക്കളമാണ് വിവാദമായത്. പൂക്കളമിട്ടവർക്കെതിരെ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തതോടെ പ്രശ്നം ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്തു. രാഷ്ട്രീയമോ മറ്റേതെങ്കിലും തരത്തിലോ ഉള്ള അടയാളങ്ങളോ കൊടികളോ ഉപയോഗിച്ചിട്ടില്ലെന്നും ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയത് മാറ്റാതിരുന്നതിലുള്ള വൈരാഗ്യം മൂലം ബോധപൂർവം കേസിൽ കുടുക്കുകയാണുണ്ടായതെന്നും സംഘാടകരിൽ ഒരാളായ അശോക് പറഞ്ഞിരുന്നു. ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടത് ഇങ്ങനെ സംസ്ഥാനത്തെ ക്ഷേത്ര പരിസരങ്ങളിൽ രാഷ്ട്രീയ യോഗങ്ങൾക്കോ പ്രചരണങ്ങൾക്കോ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ദേവസ്വം ബോർഡുകൾക്ക് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം എത്തിയിരുന്നു.